ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിലെ വിദൂര വിദ്യാഭ്യാസ പഠന കേന്ദ്രങ്ങളെ എല്ലാം സംയോജിപ്പിച്ച് ഉന്നത വിദ്യാഭ്യാസം സാർവത്രികമാക്കാനാണ് സർക്കാരിന്റെ ഒരു ഓപ്പൺ സർവകലാശാല 2020 സ്ഥാപിതമാകുന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ഗുരുവിന്റെ ദർശനം സാർത്ഥകമാക്കുമെന്ന് തോന്നിയ എല്ലാവരും അഭിനന്ദിച്ച സർക്കാരിന്റെ നീക്കം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. 2020 ഒക്ടോബർ 2 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉദ്ഘാടനം നിർവഹിച്ചു. 2022 നവംബർ 15 വരെ നീണ്ട പ്രഥമ ബാച്ചിലേക്ക് പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെ 5950 പേരാണ് അഡ്മിഷൻ എടുത്തത്. സാധാരണ യൂണിവേഴ്സിറ്റികൾക്ക് ഓപ്പൺ ആയും ഓഫായും ക്ലാസ് നടത്താനുള്ള അവസരം ഉണ്ടായിരുന്നു. റെഗുലർ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ നോർമലായി ക്ലാസ് നടന്നിരുന്നു. ഒപ്പം തന്നെ ലേണിംഗ് ത്രൂ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ എല്ലാ യൂണിവേഴ്സിറ്റിയിലും കോഴ്സ് നടത്തിയിരുന്നു. അങ്ങനെ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയെല്ലാം ഈ കോഴ്സുകൾ നടത്തിയിരുന്ന ഒരു സാഹചര്യത്തിലാണ് 2024 ശേഷം UGC പുറത്തുവിട്ട ചില സർക്കുലർ പ്രകാരം യൂണിവേഴ്സിറ്റികൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിൽ കോഴ്സ് നടത്തുന്ന ചില ലിമിറ്റേഷൻ വരാൻ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തുകയുണ്ടായി. ആ റെസ്ട്രിക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് വളരെയേറെ കുട്ടികൾ, ഒരുപക്ഷെ റെഗുലർ വിദ്യാർത്ഥികളിൽ കൂടുതൽ ഡിസ്റ്റൻസ് ലേണിങ്ങിലൂടെ പഠിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഓൺലൈൻ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ് കേരളത്തിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു തീരുമാനമെടുക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഒരു പക്ഷേ ശരിക്കും പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രൂപീകരിക്കപ്പെടുന്ന ഈ ഒരു പ്രത്യേക ബാക്ക്ഗ്രൗണ്ടിലാണ്. കാര്യം എല്ലാവർക്കും ബിരുദം എന്ന ഒരു ലക്ഷ്യം ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നു. ആ എല്ലാവർക്കും ബിരുദം എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒപ്പം തന്നെ നിലനിന്ന ഓപ്പൺ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിൽ വരുന്ന പാളിച്ചകൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലൂടെ കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് അതിൽ മുന്നിൽ വെച്ചത്. അത് പ്രകാരം ഒരു യൂണിവേഴ്സിറ്റി ഫോം ചെയ്തു. 20കളിലോടുകൂടി യൂണിവേഴ്സിറ്റി വന്നു. 22 തന്നെ യൂണിവേഴ്സിറ്റി ക്ലാസ് ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്കായി 5 പ്രാദേശിക കേന്ദ്രങ്ങളും മുഴുവൻ ജില്ലകളിലും വിവിധ കോളേജുകളിലുമായി 23 ലേണർ സപ്പോർട്ട് സെന്ററുകളും ഒരുക്കി. സ്വാഭാവികമായും വിദ്യാർത്ഥികൾ വലിയ പ്രതീക്ഷയിലായി. നിലവിൽ ഞങ്ങൾ 2022 അഡ്മിഷനാണ്. അപ്പോൾ 2025 ആവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇയർ കംപ്ലീറ്റ് ആവേണ്ടതാണ്. പക്ഷേ ആ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ വർഷം PG അപേക്ഷിക്കാനുള്ള ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ നിലവിൽ 6 സെമസ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭീകരമായ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ 6 സെമസ്റ്ററിൻ്റെ പുസ്തകങ്ങൾ കൃത്യമായിട്ട് എത്തിയിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ മാസം 27-ാം തീയതി, അതായത് ജൂലൈ 27-ന് നമുക്ക് നമ്മുടെ 6 അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യണം. അടുത്ത മാസം 7-ാം തീയതി നമുക്ക് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. അടുത്ത മാസം 10-ാം തീയതി നമ്മുടെ 6 സെമസ്റ്ററിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന സമയത്തും യൂണിവേഴ്സിറ്റി എന്താ ചെയ്യുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യൂണിവേഴ്സിറ്റി കോട്ടയം മുണ്ടക്കലിൽ ഒരു പുതിയ ആസ്ഥാനം ഉണ്ടാക്കുന്നു. അതിനെ സർക്കാർ പൊന്നുപോലെ കാത്തു എന്നൊക്കെ പറയുന്നു. 2022 യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണ് ഞങ്ങളോടൊപ്പം അതേ സമയം തന്നെ കാലിക്കറ്റിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവർക്ക് PGക്ക് പോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഒരു ഇയർ PGക്ക് പോകാനുള്ളൊരു ഇയർ മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഫൈനൽ എക്സാം പോലും കഴിഞ്ഞിട്ടില്ല. 6th എക്സാം വരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകൾ തരും. ഓരോ സബ്ജക്റ്റിന് ഇത്ര മണിക്കൂർ വെച്ചിട്ട് ക്ലാസ്സുകൾ തരും. അതിനുശേഷം എക്സാമുകൾ ഉണ്ടാവും. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ അതൊക്കെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിൽ എന്തെങ്കിലും കോഴ്സ് എടുക്കുന്നത്. ഇപ്പോൾ അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പ്രയാസമാണ് കുട്ടികൾ. കൃത്യമായിട്ടുള്ള ഒരു അക്കാദമിക് കലണ്ടറോ, ഇത് എപ്പോഴാണ് എക്സാം തുടങ്ങുന്നത്, ഏതെങ്കിലും സെമസ്റ്റർ രജിസ്ട്രേഷൻ എപ്പോൾ തുടങ്ങണം, എക്സാം എപ്പോൾ രജിസ്റ്റർ ചെയ്യണം, അസൈൻമെൻറ്റുകൾ എപ്പോൾ സബ്മിറ്റ് ചെയ്യണം, ഇത് മുൻകൂട്ടി കൊടുത്താലല്ലേ ഈ പഠിതാക്കൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് കൃത്യമായിട്ടില്ല. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുക. നാളെ മുതലൊക്കെ എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുക. ഈ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പഠിതാക്കൾ ഉള്ള സെൻറ്റർ മലപ്പുറം. ഏകദേശം 15,000-ലധികം പഠിതാക്കളുണ്ട്. അവിടെ കൃത്യമായിട്ടുള്ള ആകെ 2 സ്റ്റാഫുകൾ ഉള്ളത്. അവരെ കൊണ്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റൂല. അത്രയേറെ പ്രയാസങ്ങളാണ്. പ്രത്യേകിച്ച് സ്റ്റഡി മെറ്റീരിയലൊന്നും വിതരണം ചെയ്യാൻ തന്നെ പ്രയാസപ്പെടുന്നു. പക്ഷേ ആ പ്രതീക്ഷകളെ സാധൂകരിക്കുന്ന വർത്തമാനങ്ങളല്ല ഇപ്പോൾ വിദ്യാർത്ഥികളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുകൾ, ചോദ്യപേപ്പർ ചോർച്ച, ഉത്തരക്കടലാസ് നഷ്ടപ്പെടൽ, ഇങ്ങനെ തുടങ്ങി നിരവധി പരാതികളാൽ ശബ്ദമുഖരിതമാണ് പലപ്പോഴും കേരളത്തിലെ സർവകലാശാലകൾ. ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കാര്യവും ഒട്ടും വ്യത്യസ്തമാകുന്നില്ല.
നമ്മുടെ തേർഡ് സെം ആകുമ്പോഴേക്കാണ് നമ്മുടെ സ്ഥിതിഗതികൾ വളരെ മോശമായത്. പരീക്ഷകൾ മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് സ്റ്റഡി ക്ലാസ്സുകൾ നമുക്ക് തരുന്നില്ല. നമുക്ക് എന്താ പറയുന്നത്, ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം, ശരിക്കും പ്രൊവൈഡ് ചെയ്യും. പക്ഷേ അത് നമുക്കിപ്പോൾ കിട്ടുന്നില്ല. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്നുള്ള രീതിയിൽ അവരാക്കിയിട്ട് അതൊരു പ്രഹസനം പോലെ കൊണ്ടു നടക്കുകയാണ്. അത് കാരണം പലർക്കും കയറാൻ പറ്റുന്നില്ല. ഈ ഓൺലൈൻ ക്ലാസ്സിലുള്ള ഒരു ലിമിറ്റേഷൻ, നമ്മുടെ ആൾക്കാർ കയറുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. അതും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പലർക്കും കയറാൻ പറ്റുന്നില്ല. എല്ലാവരും ജോലി, ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ പലരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു 70% ജോലി ചെയ്തിട്ട് പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ, ഞാൻ കൂടുതലായി ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് പല സമയങ്ങളിലും ഓൺലൈൻ ക്ലാസ്സിൽ കയറാൻ പറ്റാറില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് നമുക്ക് എല്ലാ സൺഡേയിലും കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. അത് ഈ ഞങ്ങളുടെ തേർഡ് സെമ്മോട് കൂടി, MA മലയാളം തേർഡ് സെമ്മോട് കൂടി ആ ഓൺലൈൻ ക്ലാസ്സും നമുക്ക് ആകെ 2 ക്ലാസ്സാണ് കിട്ടിയത്. നമുക്ക് അതിൽ കൂടുതലും 2-3 ക്ലാസ് എന്തോ ആണ് നമുക്ക് കിട്ടിയത്. അതിൽ കൂടുതൽ നമുക്ക് കിട്ടിയിട്ടില്ല. വളരെ എന്താ പറയുക, സങ്കടത്തിലാണ്. കാരണം നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മുടെ സ്വന്തം സംസ്ഥാനത്തിൻ്റെ സ്വന്തമായിട്ടൊരു യൂണിവേഴ്സിറ്റി വരുന്നു, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പരിഗണന കൊടുത്തുകൊണ്ട് നമുക്ക് വിദ്യാർത്ഥികൾ പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യം വന്നപ്പോൾ അത് ആരുടെ കളികളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ ഒരു എന്താ പറയുക, അഡ്മിനിസ്ട്രേഷൻ ലെവൽ പോലും നമുക്കത് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നത് നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടി വരും. വലിയ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ച ശ്രീനാരായണ ഗുരു സർവകലാശാലയിലും വീഴ്ചകളും അപാകതകളുമാണ്. കുറഞ്ഞ ചെലവിൽ വിദ്യാഭ്യാസം നേടുക എന്ന ലക്ഷ്യമുണ്ടായിട്ടും നിലവിലെ ഫീസ് നിരക്കുകൾ പറയുന്നത് മറ്റൊരു കഥയാണ്. സ്പോർട്സ്, കലോത്സവം തുടങ്ങിയവയ്ക്ക് വേണ്ട ഫീ വേറെയും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നതിനെക്കാളും ഇരട്ടിയോളാണ് ഇതിന്റെ ഫീസ് വരുന്നത്. ഇവർ ഫീസ് വാങ്ങാൻ മിടുക്കരാണ്. ഒരു സമയം, ഇപ്പോൾ എക്സാം രജിസ്ട്രേഷൻ ഒരു 1.5 ആഴ്ച സമയം വെച്ചിട്ട് വേഗം ഫീസ് വാങ്ങിക്കും. എന്നിട്ട് അവസാന 2-3 ദിവസം ആകുമ്പോഴത്തിന് ഇത് നെറ്റ്വർക്ക് എററായി, സെർവർ എററായി, ഫീസ് വാങ്ങിക്കാൻ മീൻസ് അടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. പിന്നെ ആ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ ഫൈനിലേക്കാണ് പോണത് അവസ്ഥയാണ് ഇപ്പോൾ കുട്ടികൾക്കുള്ളത്. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് പ്രശ്നമുണ്ട്. അതുപോലെ ഇങ്ങനെയൊക്കെ യൂണിവേഴ്സിറ്റി പറയും എന്ത് ചെയ്യുന്നത്, ആ ഫീസ് തിരിച്ചു വരാൻ. ഇന്ന് വരെ ആർക്കും ഫീസ് തിരിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ഒന്നുള്ളത്, 2022 അഡ്മിഷൻ എടുത്ത PG വിദ്യാർത്ഥികളുണ്ട്. അവർ കോഴ്സ് കഴിഞ്ഞു, അവരുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റും യൂണിവേഴ്സിറ്റി ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. കൃത്യതയില്ലാത്ത യൂണിവേഴ്സിറ്റി ഓഫീസിനെയോ അതല്ല സർവകലാശാലയുടെ നിരുത്തരവാദ സമീപനത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? എൻക്വയറിയുമായി ബന്ധപ്പെട്ടുള്ള ചില ഇഷ്യൂസൊക്കെ ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിരിക്കുന്നത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ്. കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ വേൾഡ് ക്ലാസിക്കലായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. അവർ തന്നെയാണ് സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിരിക്കുന്നത്. ആ സോഫ്റ്റ്വെയറിലൂടെയാണ് നമ്മളൊരു പക്ഷേ നമ്മുടെ സിസ്റ്റം, നമ്മുടെ ലേണിംഗ് സംവിധാനവും നമ്മുടെ യൂണിവേഴ്സിറ്റി സംവിധാനം മുന്നോട്ട് പോകുന്നത്. അവിടെയൊക്കെ ചില ഇഷ്യൂസൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ തുടക്കമായതുകൊണ്ടാണ് അതെല്ലാം പരിഹരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതും വരും ദിവസങ്ങളിൽ തന്നെ അതെല്ലാം റെക്ടിഫൈ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അക്കാദമിക് വർഷം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ പോലും മുന്നിൽ കാണുന്നതോടെ പല വിദ്യാർത്ഥികളും മാനസികമായി തളരുകയാണ്. ഗുരുവിന്റെ പേരിൽ തുടങ്ങിയ ഈ ഉദ്യമം വിദ്യാർത്ഥികൾക്ക് ഒരു ഭാരമായി മാറരുത്.